ലാൽ സലാം മോഹൻലാലിന്റെ ചോട്ടാ മുംബൈ ഇറങ്ങി 8ാം ദിനമാണിന്ന്. 8ാം ദിനത്തിൽ തകൃതിയായി അതിഗംഭീരമായിട്ടുള്ള കളക്ഷനാണ്. കോരിച്ചൊരിയുന്ന മഴയത്തും സ്റ്റഡി കളക്ഷനോടെ സിനിമ മുന്നോട്ട് പോകുന്നു. ഇതൊരു റിലീസ് ചിത്രമല്ല എന്ന് എടുത്തു പറഞ്ഞുകൊട്ടെ, റിലീസ് ചിത്രമാണ്. സിനിമ 7 ദിനം കൊണ്ട് നേടിയത് 3,22,00,000 രൂപയാണ്. 7ാം ദിനം സിനിമയ്ക്ക് ലഭ്യമായത് 20 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. അതെ, ഇന്ന് 8ാം ദിനം സിനിമയ്ക്ക് 23 ലക്ഷത്തോളം രൂപ ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് 8 ദിവസം കൊണ്ട് സിനിമ 3,45,00,000 രൂപ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു രസകരമായ സന്തോഷകരമായ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ സിനിമയ്ക്ക് ഇന്നു മുതൽ, അതുപോലെ തന്നെ ഓവർസീസിലും ഇന്നു മുതൽ പുതിയ റിലീസുകൾ ഉണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഡിമാൻഡാണ് സിനിമയ്ക്ക് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലും കേരളത്തിന് പുറത്തും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ അതിഗംഭീരമായിട്ടുള്ള ഒരു വീക്കെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഒരു പക്ഷേ ഈ ഒരു സിനിമ അന്ന് റിലീസ് ചെയ്തപ്പോൾ, 15 വർഷത്തിന് മുമ്പ് റിലീസ് ചെയ്തപ്പോൾ ലഭ്യമായിരുന്ന ആ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 കോടിയോളമായിരുന്നു. അതായത് ഒരു റീ റിലീസിലൂടെ തന്നെ സിനിമ 10 കോടിക്ക് മുകളിൽ പോകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇതിനോടകം തന്നെ ഒരു വാരം പിന്നിടുമ്പോൾ 3,22,00,000 രൂപ നേടുന്നു. ഈ വരുന്ന ദിവസങ്ങൾ കഴിയുമ്പോൾ, അതായത് ശനി ഞായർ കഴിയുമ്പോൾ 4 കോടി കടക്കുമെന്നുള്ള ഉറപ്പാണ്. പിന്നീട് ഉള്ള നല്ലൊരു റൺ ഉണ്ടെങ്കിൽ തീർച്ചയായും സിനിമ ഈ പറഞ്ഞ പോലെ 10 കോടിയും കടക്കും. റീ റിലീസിലെ രാജാവായി മാറുന്നു മോഹൻലാലിൻ്റെ ചോട്ടാ മുംബൈ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ലാൽ സലാം.